കൃഷ്ണാന്ന് വിളിക്കുന്നുണ്ട് ദേവി. എനിക്ക് ക്ലിയർ ആണോന്ന് പറയുന്നത്. താങ്ക് യു മുത്തേ. വേറെ ആൾക്ക് പാട്ട് എനിക്ക് ക്ലിയർ ആണ് ബ്രോ എന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീരേട്ടാ. ദേവിക്ക് ക്ലിയർ ആണെന്ന് പറയുന്നല്ലോ. കൃഷ്ണമൂർത്തി ഞാൻ ആ പാട്ടിന്റെ ലിറിക്സ് കേൾട്ടെ. നീ പാടുമ്പോ ചിലപ്പോ എങ്ങനെയാന്ന് അറിയാലോ. ചേച്ചിയും കൂടെ പാടണം, എനിക്കത് നന്നായിട്ട് അറിഞ്ഞൂടാ. അതൊന്നും നന്നായിട്ട് അറിയാവുന്ന ഒരു പാട്ട് തന്നെ പാടിക്കും. നിന്റെ സൗണ്ട് കേൾക്കാന്നാ. ഹൈലൈറ്റ് ഇടാനാടി കൊച്ചേ. ആഹാ, അയ്യോ ഹൈലൈറ്റ് ഇടാനാ. ഞാൻ വേണ്ട. നിന്നെ ടാഗ് ചെയ്തിട്ട് ഞാൻ ഹൈലൈറ്റ് ഇടും. അങ്ങനെയാ ഞാനിപ്പോ കുറെ ആയിട്ട് അങ്ങനെയാ ദേവിനെയൊക്കെ ടാഗ് ചെയ്ത് ദേവിയുടെ എല്ലാ ഹൈലൈറ്റ്സും ഉണ്ട് എന്റെ വീഡിയോസില്. പിള്ളേര് കാണട്ടെ. എന്നെ തന്നെ കാണുക. നിനക്ക് നോട്ടിഫിക്കേഷൻ വരും നിന്നെ ടാഗ് ചെയ്തിട്ടോ. ചാച്ചനും അമ്മച്ചിയൊക്കെ പോയോ? തിരിച്ചു പോയോ? അവരവിടെ ഉണ്ട് മോനെ. അവിടെ ഉണ്ട്. ഞാൻ ഇന്നലെ 10:45 ഞാൻ ലൈവ് ഇട്ടത്. എന്നാലും ഞാൻ വിചാരിച്ചു ആ അവരവിടെ ഉള്ളതല്ലേ. അവര് 7 മണിയാകുമ്പോൾ പ്രെയർ ഒക്കെ ചെയ്യുന്നല്ലോ. അപ്പൊ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 10:45 ഇട്ടത്. പക്ഷെ എനിക്ക് ഇന്നലെ 10:45 ഇട്ടിരുന്നത് നല്ല തലവേദനയും ബുദ്ധിമുട്ടായിരുന്നു ഉം. ഡേ ടൈമിൽ. സോ അമ്മ പറഞ്ഞു നീ അങ്ങനെ ഇതാവണ്ട, നീ പോകുന്ന സമയത്ത് കുടിക്കാം, ഇറങ്ങി വരുമ്പോൾ നമുക്ക് കഴിച്ചു പ്രെയർ നടത്താൻ. കുഴപ്പമൊന്നുമില്ല. ഉം. കുഴപ്പമൊന്നുമില്ല. ദേവി ദേവി മുത്ത ഏത് പാട്ടാ വേണ്ടേ? കൃഷ്ണയോട് പറഞ്ഞു. കൃഷ്ണ നല്ല പാട്ട് പാടിത്തരും. എന്റെ ബർത്ത്ഡേ എന്താ പറയാ ഗിഫ്റ്റ്. எதுக்கு இப்படி என்ன போட்டு கொடுத்துட்டு இருக்க? இருக்கட்டும் வா, அவளோட பிறந்தநாள். ഇന്ന് എന്റെ സമുറായി വന്നില്ലല്ലോ. സമുറായി എവിടെയാ? ഞാന് ലുട്ടാപ്പയ്ക്ക് പാട്ട് പാടി ഇൻസ്റ്റയിൽ അയച്ചു കൊടുക്കും. ആണോ? അയ്യോ ചേച്ചി, എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ. ഇന്നും നിന്നെ പൂജിക്കാം. എന്തോ അറിയത്തില്ല. ട്ടാ. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ചോടിക്ക വെണ്ണിലാവിൻ വാസന്തലതികേ. അത്ര അറിയാം. ബാക്കി ആണോ? അറിഞ്ഞൂടാ. എന്റെ വോയിസിന് നല്ല പാട്ടാണ്. ആ, ഞാൻ ചെവിക്ക് വയ്യ. ഏ എന്റെ ചെവിക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ചെവി അടഞ്ഞു എന്ന് ആ പറഞ്ഞില്ലായിരുന്നോ? ആ അത് ചെറുതായിട്ട് ആ കഴിഞ്ഞ പനിയുടെ എല്ലാം കിടന്ന് ഇൻഫെക്ഷൻ ആയതാ. ഓ ആണോ? ഡോക്ടറെ കാണിച്ചോ? കാണിച്ചു, മെഡിസിൻ അതാ. ഒക്കെ തന്നു. ആണോ? ഡ്രോപ്സ് ഉണ്ട്. അത് നല്ലപോലെ കറക്റ്റായിട്ട് കുടിക്കണം കേട്ടോ. അതിന് ഒരു സമയമുണ്ട്. അതായത് രാവിലെയും വൈകുന്നേരം പറഞ്ഞിരിക്കുന്നെങ്കിൽ ആ സമയത്ത് തന്നെ കുടിക്കണം കേട്ടോ. ആരും കൊറോണ വന്നേ പിന്നെ ഫുൾ വീക്കായി പോയി. ആണോ? കൃഷ്ണരാധയുടെ പാട്ട് ഞാൻ ഇന്നലെ കേട്ടിരുന്നു. എവിടുന്നാണ് എന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സുധീരേട്ടൻ. എടാ ജോ, ഇപ്പൊ ക്ലിയർ അല്ല. അയ്യോ, ഇപ്പൊ ക്ലിയർ അല്ലേ? കണക്റ്റഡ് ആണല്ലോ. രാഗിനിന്ന് ആ, വിളിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ഓ ലുട്ടാപ്പി വന്നല്ലോ. ചെവി വേദനയാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുധീർ ബ്രോ. ചെവി വേദനയായിരുന്നു. പുള്ളിക്കാരി ചെക്ക് ചെയ്തപ്പം പനിയൊക്കെ ആയിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പൊ അതിന്റെ ഇൻഫെക്ഷൻ അടിച്ചതാണ് ചെവിക്ക്. ചെവിയിൽ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നാ പുള്ളിക്കാരി പറഞ്ഞത്. എന്നിതയം എന്റെ ഇടയിൽ തുടിപ്പതില്ലേ. ഫാൻ ഇട്ടിരിക്കുന്നതിന്റെ ആണോന്നാ? ഞാനൊന്ന് ഓഫ് ചെയ്ത് നോക്കാവേ. 1 സെക്കൻഡ്. என்னிதயம் இதுவரை துடிக்கவில்லை, இப்போ துடிக்கிறதே. என் மனசு இதுவரை இப்போ பறக்கிறதே. இது எதனால் எதனால் தெரியவில்லை, அதனால் பிடிக்கிறதே. இது சுகமா வலியா புரியவில்லை, கொஞ்சம் சுகமும் கொஞ்சம் வலியும் சேர்ந்து துறைகிறதே.